10 വയസ്സുകാരന് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റു. തെന്മല ഡിപ്പോയ്ക്ക് സമീപം താമസിക്കുന്ന അരുൺ സത്യ ദമ്പതികളുടെ മകൻ ആകാശിനാണ് പാമ്പ് കടിയേറ്റത്. ഇന്ന് രാവിലെ 6:30 മണിയോടുകൂടി തെന്മല ഡിപ്പോയ്ക്ക് സമീപം വെച്ചാണ് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത്. തെന്മല പഞ്ചായത്ത്, അംഗൻവാടി, സ്കൂൾ, നീതി സ്റ്റോർ, വില്ലേജ് ഓഫീസ് എന്നിവ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായ ഡിപ്പോയ്ക്ക് സമീപം വെച്ചാണ് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത്. നിരവധി സ്കൂൾ കുട്ടികളാണ് ദൈനംദിനം ഇതുവഴി കടന്നു പോകുന്നത്. പാമ്പിന്റെ കടിയേറ്റ് കുട്ടിയുടെ നിലവിളി കേട്ട് ആംബുലൻസ് ഡ്രൈവറായ പ്രസാദ് ഓടി വന്നു. ഞാൻ തെന്മല FHCയിലെ ആംബുലൻസ് ഡ്രൈവറാണ്. ഇന്നലെ ഏകദേശം ഒരു 2:55 എൻ്റെ ജീപ്പ് ഇവിടെ കിടപ്പുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് ഒറ്റക്കൽ സ്കൂൾ കുട്ടികളെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് റോഡിലോട്ട് കയറി വന്നപ്പം ഈ പാമ്പ് ഇവിടെ കിടപ്പുണ്ട്. അതൊരു മൂർഖനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തൊട്ടടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസിലെ ഫോറസ്റ്ററെ വിളിച്ച് കാണിക്കുകയും പിന്നെ വില്ലേജ് ഓഫീസ്, സപ്ലൈകോ, പിന്നെ നമ്മുടെ അങ്കണവാടി, പഞ്ചായത്ത് ഓഫീസ്, സ്കൂള്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതുവഴി കടന്നു പോകുന്നതുകൊണ്ട് ആ പാമ്പിനെ എത്രയും പെട്ടെന്ന് പിടിക്കണം എന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്തിട്ട് ഞാൻ സ്കൂൾ കുട്ടികളെ എടുക്കാൻ പോവുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെയാണ് നമ്മുടെ അരുൺ എന്ന് പറയുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ അരുണിൻ്റെ മകനെ ഈ പാമ്പാമോ അറിയത്തില്ല, പാമ്പ് കടിച്ചതായിട്ട് ഒരു 6:30 ആയപ്പം ഈ പയ്യൻ നിലവിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് ഓടുന്ന കണ്ടുകൊണ്ട് അന്വേഷിച്ചപ്പം പാമ്പ് കടിച്ചെന്നാണ് അവൻ പറഞ്ഞത്. പെട്ടെന്ന് തന്നെ എൻ്റെ ജീപ്പിൽ അവരെയും കൊണ്ട് ഞാൻ പൊല്ലൂർ അഡ്മിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് 5 പ്രാവശ്യം ബ്ലഡ് സാമ്പിൾ പരിശോധിക്കുകയും 6ാമത്തെ പ്രാവശ്യം എടുത്തപ്പോൾ അവർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. ഈ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഇതൊക്കെ കാണിച്ചിട്ടുള്ള കാര്യമാണ്. അവരെ ഉദാസീനത കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇതിന് നല്ലൊരു നടപടി സ്വീകരിക്കണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. തുടർന്ന് കുട്ടിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം 108 ആംബുലൻസിൽ കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 25% വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കുട്ടി അപകടനില തരണം ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടർ കണ്ണൻ, തെന്മല. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും, മോഡേൺ ട്രഡീഷണൽ, ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ.